കിഡ്നിയെ പറ്റി കിഡ്നി രോഗങ്ങളെ പറ്റിയൊക്കെ സംസാരിച്ചായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഈ ഡയാലിസിസ് എന്ന് പറയുന്നത്. ഈ ഡയാലിസിസ് നമുക്ക് ഏതൊക്കെ രോഗികളിൽ സജസ്റ്റ് ചെയ്യാം, ഏതൊക്കെ രോഗികളിൽ സജസ്റ്റ് ചെയ്യാൻ പാടില്ല? ഇപ്പം നമ്മൾ ഡയാലിസിസ് ഇപ്പം ജീവൻ നിലനിർത്താൻ ചിലപ്പം വേണ്ടി വരും. അപ്പം സാധാരണ രീതിക്ക് നമ്മൾ ഡയാലിസിസ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അക്യൂട്ട് കിഡ്നി ഇഞ്ചറി, പെട്ടെന്ന് വരുന്ന വൃക്ക ഡാമേജ്, അതിന് ഡയാലിസിസ് ഒരു പ്രധാന ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റിയാണ്. ഉദാഹരണത്തിന് പറയണമെങ്കിൽ ഒരു പൂർണ്ണ ആരോഗ്യ ഒരാൾ പാമ്പ് വന്ന് കടിച്ചു, അപ്പം പുള്ളിക്കാരന് ബ്ലഡ് പ്രഷർ കുറഞ്ഞു, പുള്ളിക്കാരന് കാലിൽ ഭയങ്കരമായിട്ട് സ്വെല്ലിങ് വന്നു. നമ്മൾ ആശുപത്രി കൊണ്ടുപോകുമ്പോഴത്തേക്ക് നമ്മൾ ബ്ലഡ് ക്ലോട്ട് ആവുന്നില്ല. പിന്നെ നമ്മൾ പരിശോധിക്കുമ്പോഴത്തേക്ക് യൂറിയയുടെ ലെവൽ കൂടി വരുന്നു, മൂത്രത്തിൻ്റെ അളവ് കുറയുന്നു, മൂത്രത്തിൽ നിറ വ്യത്യാസം വരുന്നു. അപ്പോൾ ഇതൊരു സ്നേക്ക് ബൈറ്റ് കൊണ്ട് വരുന്ന അക്യൂട്ട് കിഡ്നി ഇഞ്ചറിയാണ്. ഇതുപോലെ പൂർണ്ണ ആരോഗ്യ ഒരാൾ പെട്ടെന്ന് വയറ്റിളക്കം വന്നു, പ്രത്യേകിച്ച് കുട്ടികളിൽ പെട്ടെന്ന് കണ്ടമാനം ദേഹത്തിൽ ഉള്ള വെള്ളം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് വൃക്കയിലോട്ട് ബ്ലഡ് ഫ്ലോ കുറയും. അപ്പോൾ ഇത് പെട്ടെന്ന് ഒരു കിഡ്നി അസുഖമാണ്. അപ്പോൾ ഇത് അക്യൂട്ട് കിഡ്നി ഇഞ്ചറിയാണ്. അപ്പോൾ ഇത് നമുക്ക് സാധാരണ രീതിക്ക് നമ്മളൊരു കിഡ്നി റിക്കവറി, ഒരു അക്യൂട്ട് ട്യൂബുലാർ ഇഞ്ചറി വരും. അപ്പോൾ ഇതിന് യൂഷ്വലി കിഡ്നി റിക്കവറി ഒരു 2-4 ആഴ്ച കൊണ്ട് പൂർണ്ണമായിട്ട് റിക്കവറി കിട്ടും. അപ്പോൾ അതുവരെ നമ്മുടെ ബോഡി സപ്പോർട്ട് ചെയ്താൽ മതി ഡയാലിസിസ്. അപ്പോൾ അതുവരെ നമ്മുടെ ഡയാലിസിസ് നമ്മൾ 2-3 ദിവസം ഇരിക്കുമ്പോൾ ചെയ്യുക. അപ്പോൾ ഒരു സാധാരണ രീതിക്ക് ഒരു 5-6 ഡയാലിസിസ് കഴിയുമ്പോഴത്തേക്ക് വൃക്കകൾ ഗ്രാജുവേറ്റ് റിക്കവറി കിട്ടാൻ തുടങ്ങും. പിന്നെ മൂത്രത്തിൻ്റെ അളവ് കൂടാൻ തുടങ്ങും, ബ്ലഡ് യൂറിയയുടെ ലെവൽ ക്രിയാറ്റിനും കുറഞ്ഞ് വരും. അപ്പോൾ നമുക്ക് ഡയാലിസിസ് പിന്നെ നിർത്താൻ പറ്റും. ഇത് അക്യൂട്ട് കിഡ്നി ഇഞ്ചറിയാണ്. ഈ കാഷ്വാലിറ്റി വരുന്ന സമയത്ത് ഈ ഡയാലിസിസ് ചെയ്ത് പിന്നെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ അത് നമുക്കൊരു 2-3 ആഴ്ച നമ്മൾ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് 2-3 ആഴ്ച അതിൻ്റെ സ്റ്റോപ്പ് ചെയ്യാം. അതും തന്നെ 2 തരം ഡയാലിസിസ് ഉണ്ട്. ഒന്ന് ബ്ലഡ് പ്രഷറൊക്കെ നോർമലാണ്. ഇപ്പം അങ്ങനെയാണെങ്കിൽ, കാരണം നമ്മൾ ഈ സാധാരണ നമുക്ക് ഡയാലിസിസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ബ്ലഡ് പ്രഷർ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 80 to 90 millimeters മെർക്കുറിയുടെ മേളിലായിരിക്കണം. പക്ഷേ ചിലവർ വരുമ്പോഴത്തേക്ക് ഭയങ്കര BP കുറഞ്ഞിട്ടാകാം, ചിലപ്പോൾ സെപ്സിസ് ആകാം, ചിലപ്പം ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ള പേഷ്യൻസ് ആകാം. അപ്പോൾ ഇതൊക്കെ ഹീമോഡൈനാമിക്കലി അൺസ്റ്റേബിൾ പേഷ്യൻസ് ആണ്. അപ്പോൾ ഇത് ആളുകൾക്ക് നമുക്ക് നമുക്ക് എത്രയും ബ്ലഡ് പ്രഷർ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സാധാരണ മെഷീൻ വഴി നമുക്ക് ചെയ്യാൻ സാധിക്കത്തില്ല. നമ്മൾ ചെയ്യുവാണെങ്കിൽ പിന്നെ പെട്ടെന്ന് BP അങ്ങ് കുറയും. അപ്പോൾ ഇങ്ങനത്തെ ആളുകൾക്ക് നമ്മൾ കണ്ടിന്യൂസ് റീനൽ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി എന്ന് പറഞ്ഞ ട്രീറ്റ്മെൻറ്റ് മോഡാലിറ്റി, അതൊരു തരം ഡയാലിസിസ് ആണ്, പക്ഷേ വേറെ സെറ്റിങ്ങിലാണ്. അപ്പോൾ യൂഷ്വലി ICU റൂമിലായിരിക്കും ചെയ്യുന്നത്, മറ്റേ ഡയാലിസിസ് മുറി കയറ്റാതെ. അപ്പോൾ അതിനോട് ചോദിക്കട്ടെ സാർ, എത്ര തരത്തിലുണ്ട് ഈ ഡയാലിസിസ്? ഇപ്പോൾ പ്രധാന ഡയാലിസിസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഹീമോ ഡയാലിസിസും പെരിറ്റോണിയൽ ഡയാലിസിസും. ഹീമോ ഡയാലിസിസ് ആണ് നമ്മൾ സാധാരണ ഉള്ള അക്യൂട്ട് ഡയാലിസിസും പിന്നെ കണ്ടിന്യൂസ് റീപ്ലേസ്മെൻറ്റ് തെറാപ്പിയും. പെരിറ്റോണിയൽ ഡയാലിസിസ് നമ്മൾ വയറിൽ നമ്മൾ ചെറിയൊരു ട്യൂബ് കടത്തി വിട്ടിട്ട് നമ്മൾക്കൊരു പെരിറ്റോണിയൽ ഡയാലിസിസ് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞ ഫ്ലൂയിഡ് നമ്മൾ വയറിലോട്ട് കടത്തി വിടും. അപ്പോൾ ഈ ഫ്ലൂയിഡ് നമ്മൾ വയറിൻ്റെ പെരിറ്റോണിയൽ മെംബ്രെയിൻ ഒരു സെമി പെർമിയബിൾ മെംബ്രെയിനാണ്. അപ്പോൾ ഇതിനെ കൂടെ ഡിഫ്യൂഷനും കൺവെക്ഷൻ നടക്കും. ഡിഫ്യൂഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ നിന്നുള്ള എക്സസ് യൂറിയ ക്രിയാറ്റിന് ഈ പെരിറ്റോണിയൽ മെംബ്രെയിനിൽ ഡിഫ്യൂസ് ചെയ്ത് വയറിനകത്ത് ഇട്ടിരിക്കുന്ന വെള്ളത്തിലോട്ട് വന്ന് ചേരും. പിന്നെ നമ്മൾ വയറ്റുന്ന വെള്ളം 4 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ ഡ്രെയിൻ ചെയ്യുകയാണെങ്കിൽ യൂറിയയും ക്രിയാറ്റിനും പൊട്ടാഷ്യം എല്ലാം നമുക്ക് മാറ്റാൻ സാധിച്ചിരിക്കും. അതേ സമയത്ത് ശരീരം വൃക്ക ഡാമേജ് വരുമ്പോഴത്തേക്ക് മൂത്രത്തിൻ്റെ അളവ് കുറവായിരിക്കും. അപ്പോൾ അവരുടെ ശരീരത്തിൽ എക്സസ് വെള്ളം കാണും, ശ്വാസം മുട്ടൽ കാണും, നീര് കാണും. അപ്പോൾ ഇത് മാറ്റാൻ വേണ്ടി പെരിറ്റോണിയൽ ഡയാലിസിസ് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ പെരിറ്റോണിയൽ ഡയാലിസിസ് ഫ്ലൂയിഡ് നമ്മൾ രക്തത്തിനേക്കാൾ ടോണിസിറ്റി കൂടുതലായിട്ട് നമ്മുടെ സാധനങ്ങൾ ഗ്ലൂക്കോസോ ഐക്കോഡെക്സ്ട്രോ വെച്ച് നമുക്ക് ആ ടോണിസിറ്റി കൂട്ടാൻ സാധിച്ചിരിക്കും. അപ്പോൾ ഈ നമ്മുടെ സാധാരണ രക്തത്തിൽ ഓസ്മോളിറ്റി അറൗണ്ട് 280 to 290 മില്ലി ഓസ്മോൾസ് ആയിരിക്കും. നമ്മൾ പക്ഷേ ഇടുന്ന ഫ്ലൂയിഡ് ചിലപ്പോൾ 325 400 അതിൽ കൂടുതൽ ഓസ്മോളിറ്റി കാണും. അപ്പോൾ ഈ ഓസ്മോളിറ്റി കൂടുതലുള്ള ഫ്ലൂയിഡ് മറ്റ് ഫ്ലൂയിഡിന് വലിച്ചെടുക്കും വെള്ളം. നമ്മളൊരു കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ നമ്മൾ വെള്ളം ഡിഫ്യൂഷൻ വഴി നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന മാതിരി ഒരു സെമി പെർമനൽ മെംബ്രെയിൻ ഇടുവാണെങ്കിൽ വെള്ളം ഒരു ലെസ് കോൺസെൻട്രേറ്റഡ് സൈഡിൽ നിന്ന് കൂടുതൽ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷനിൽ മാറും. അപ്പോൾ നമ്മുടെ ഡയാലിസിസിൽ ഇടുന്ന ഫ്ലൂയിഡിൻ്റെ കോൺസെൻട്രേഷൻ ഓസ്മോളിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ ഇത് ശരീരത്തിൽ നിന്നുള്ള വെള്ളം വലിച്ചെടുക്കും. അപ്പോൾ നമ്മൾ ഈ CAPD തന്നെ നമ്മൾ ഫ്ലൂയിഡ് വയറിനകത്ത് കിടത്തി നമ്മൾ പിന്നെ എടുക്കാമെങ്കിൽ നമ്മൾ ചിലപ്പോൾ 2 ലിറ്റർ ഫ്ലൂയിഡ് വയറിനകത്ത് ഇടും. നമ്മളൊരു 4 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുക്കുമ്പോഴത്തേക്ക് ഒരു 2.5-3 ലിറ്റർ വരെ വെള്ളം വരെ നമുക്ക് എടുക്കാൻ സാധിക്കും. ശരീരത്തിൽ നിന്ന് വെള്ളം അത് വലിച്ചെടുക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് ശരീരത്തിലുള്ള എക്സസ് വെള്ളം നമുക്ക് എടുക്കാൻ സാധിച്ചിരിക്കും. അതേസമയത്ത് ശരീരത്തിലുള്ള എക്സസ് യൂറിയ, എക്സസ് ക്രിയാറ്റിൻ, പൊട്ടാഷ്യം കൂടുതലാണെങ്കിൽ അതെല്ലാം ഡിഫ്യൂഷൻ വഴി വെള്ളത്തിലോട്ട് വരും. പിന്നെ വൃക്ക ഡാമേജ് വരുമ്പോഴത്തേക്ക് ശരീരത്തിലുള്ള ബൈകാർബണേറ്റ് കുറവായിരിക്കും. അപ്പോൾ അവർ അസിഡോസിസ് എന്ന് പറയും, pH കുറവായിരിക്കും, ബൈകാർബണേറ്റ് കുറവായിരിക്കും.
അപ്പോൾ ഇത് നമ്മൾക്ക് ശരീരത്തിൽ നമുക്ക് എക്സസ് കൊടുക്കണം. അപ്പോൾ നമ്മൾ അതുകൊണ്ട് ഡയാലിസിസിനകത്തുള്ള ബൈകാർബണേറ്റോ അല്ലെങ്കിൽ ലാക്റ്റേറ്റും നമ്മുടെ ഫ്ലൂയിഡിനകത്ത് കൂടുതൽ ഇടുവാണെങ്കിൽ അത് ഈ പെരിറ്റോണിയൽ മെംബ്രെയിൻ കടത്തി ബ്ലഡിലോട്ട് പോകും. കാരണം ബ്ലഡിലൊട്ടും അംശം കുറവായിരിക്കും. അപ്പം കൂടുതൽ കോൺസെൻട്രേഷൻ ഇവിടെ ഉള്ളതുകൊണ്ട് അത് രക്ത കമ്പാർട്ട്മെൻറ്റിലോട്ട് പോകും. അത് ഈ ലാക്റ്റേറ്റ് ആണെങ്കിൽ ശരീരത്തിലെ ലിവറിൽ അത് കൺവേർട്ട് ചെയ്ത് ബൈകാർബണേറ്റ് ആക്കും. ചിലതാണെങ്കിൽ നമ്മൾ ഫ്ലൂയിഡിനകത്ത് ബൈകാർബണേറ്റ് തന്നെ കൊടുക്കും. ബൈകാർബണേറ്റും നമ്മുടെ ശരീരത്തിലോട്ട് കോൺസെൻട്രേഷൻ കുറവായതുകൊണ്ട് അതിലോട്ട് ഡിഫ്യൂസ് ചെയ്യും. അപ്പം അങ്ങനെ ശരീരത്തിൽ കൂടുതലുള്ള സാധനങ്ങൾ വെളിയിലോട്ട് വരും, ശരീരത്തിൽ കുറവുള്ള സാധനങ്ങൾ ഡയലൈസിസ് നമുക്ക് അങ്ങോട്ട് തിരിച്ചു കൊടുക്കാൻ സാധിക്കാം. അപ്പോൾ അതാണ് CAPD എന്ന് പറയുന്നത്. CAPD നമ്മൾ അപ്പോഴത്തേക്ക് ചിലപ്പം 2 or 3 പ്രാവശ്യം ചെയ്യേണ്ടി വരും. അപ്പോൾ ആദ്യം നമ്മൾ CAPDയുടെ ഗുണം എന്ന് വെച്ചാൽ അവർക്ക് ജോലിക്ക് പോകാം. നമുക്ക് ഒരു ട്യൂബ് നമ്മളൊരു ചെറിയൊരു ഓപ്പറേഷനോ നമുക്ക് ബെഡ് സൈഡ് വെച്ച് തന്നെ ചെയ്യാനേ ഉള്ളൂ. അപ്പോൾ ട്യൂബ് നമ്മൾ വയനത്തിടും, അറ്റം നമ്മളൊരു ക്യാപ്പ് വെച്ച് അങ്ങ് അടയ്ക്കാം. പിന്നെ അവരൊരു ചെറിയൊരു ബെൽറ്റോ മാതിരി ഇട്ടിട്ട് പാൻറ്റിൻ്റെയോ അല്ലെങ്കിൽ സാരിയോ അല്ലെങ്കിൽ പാവയുടെ അടിയിൽ വയ്ക്കാം, ആരും കാണത്തില്ല. അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കാപ്പി കുടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഫ്ലൂയിഡ് പ്രത്യേകം തരം ഫ്ലൂയിഡാണ്, ഇത് ഡ്രിപ്പ് സ്റ്റാൻഡ് വഴി ഒരു 2 ലിറ്റർ ഫ്ലൂയിഡ് നമുക്ക് വയനത്തെ കടത്തി കഴിഞ്ഞിട്ട് ഫ്ലൂയിഡകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് ഡിസ്കണക്ട് ചെയ്ത് ക്യാപ്പ് വെച്ച് അങ്ങ് അടയ്ക്കാം. പിന്നെ ഈ ബെൽറ്റിനകത്ത് ഇട്ടിട്ട് ജോലിക്ക് പോകാം. അപ്പോൾ അവരുടെ അപ്പോൾ ജോലിയെ ബാധിക്കത്തില്ല. മറ്റാകുമ്പോഴത്തേക്ക് ഹോസ്പിറ്റലിൽ വരണ്ടേ. അപ്പോൾ ഇത് വീട്ടിൽ തന്നെ ചെയ്യാം. അതേസമയം ജോലിക്ക് പോവുകയും ചെയ്യാം, യാത്ര ചെയ്യണമെങ്കിൽ യാത്രയും ചെയ്യാം. ഇപ്പോൾ ഇവിടുന്ന് ട്രിവാൻഡ്രത്ത് എറണാകുളത്ത് പോകണമെങ്കിൽ രാവിലെ ഫ്ലൂയിഡ് ഇട്ടിട്ട് അവർ വണ്ടിക്കകത്ത് കയറാം. എറണാകുളത്ത് പോയി കഴിഞ്ഞിട്ട് പിന്നെ നമുക്കൊരു 4-6 മണിക്കൂർ കഴിഞ്ഞിട്ട് ഈ വയറിനകത്തിരിക്കുന്ന ഫ്ലൂയിഡ് നമുക്ക് ഡ്രെയിൻ ചെയ്യണം. അപ്പോൾ ഈ സമയത്തിൽ ഈ ഫ്ലൂയിഡിനകത്ത് യൂറിയയും ക്രിയാറ്റിനും എല്ലാം കൂടുതൽ വരും. നമുക്ക് ഡ്രെയിൻ ചെയ്യുമ്പോഴത്തേക്ക് നമ്മളപ്പോഴത്തേക്ക് ശരീരത്തിൽ നിന്നുള്ള യൂറിയയും ക്രിയാറ്റിനും നമുക്ക് മാറ്റാൻ സാധിക്കും. ഈ പ്രോസസ്സിൽ കിഡ്നി വരാതെ അല്ലേ, കിഡ്നിയിലോട്ട് എത്താതെ. അതെ, കാരണം നമ്മളപ്പം കിഡ്നി ചെയ്യുന്ന ഫങ്ഷൻസ് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഈ വഴി ചെയ്യും. പക്ഷേ ഇതിൻ്റെ പ്രശ്നം വെച്ചാൽ 2 or 3 പ്രാവശ്യം ചെയ്യേണ്ടി വരും. അപ്പോൾ രാവിലെ നമ്മൾ 8 മണിക്ക് ഇട്ടുവാണെങ്കിൽ 12 മണിക്ക് നമുക്ക് 2 മണിക്ക് ഡ്രെയിൻ ചെയ്യാം. പിന്നെ ചിലപ്പോൾ വൈകുന്നേരം 4 മണിക്ക് ഇട്ടിട്ട് വീണ്ടും 10 മണിക്ക് ഡ്രെയിൻ ചെയ്യാം. ചിലവരാണെങ്കിൽ രാത്രി കിടക്കുന്ന സമയത്ത് ഇപ്പോൾ 10 മണിക്ക് ഇട്ടിട്ട് കിടക്കും, ഫ്ലൂയിഡ് പക്ഷേ വയറിൻ്റെ കിടക്കും, രാവിലെ ആകുമ്പോൾ ഡ്രെയിൻ ചെയ്യും. പിന്നെ ഈ വേറൊരു നമ്മളിതാകുമ്പോൾ മാനുവലായിട്ട് നമ്മൾ തന്നെ ചെയ്യണം. മറ്റേ ഒരു ഓട്ടോമാറ്റിക് ഒരു സൈക്ലർ എന്ന് പറഞ്ഞൊരു ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റി ഉണ്ട്. അതാകുമ്പോഴത്തേക്ക് നമ്മളൊരു മെഷീൻ നമ്മൾ വാങ്ങിച്ചു വെക്കണം. അത് സാധാരണയ്ക്ക് അതിൻ്റെ മെഷീൻ്റെ പേര് ഒരു 4 ലക്ഷം രൂപ അടുപ്പിച്ചാവും. നമുക്ക് റെൻറ്റിനും കിട്ടും. റെൻറ്റിനാകുമ്പോഴത്തേക്ക് വർഷങ്ങൾ ഒരു 1 ലക്ഷം രൂപ അടുപ്പിച്ചുള്ള റെൻറ്റ്. അതാകുമ്പോഴത്തേക്ക് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഫ്ലൂയിഡ് നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കുക അത് സൈക്കിളിലോട്ട്. നമ്മളങ്ങ് ഉറങ്ങുന്ന സമയത്തെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് മെഷീൻ തന്നെ എക്സ്ചേഞ്ച് ഫ്ലൂയിഡ് അകത്ത് കയറ്റുക, 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഫ്ലൂയിഡ് ഡ്രെയിൻ ചെയ്യുക, പിന്നെ വീണ്ടും ഫ്ലൂയിഡ് കയറ്റുക. അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അത് ചെയ്ത് കഴിയും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനത്തെ ഈ സൈക്കിൾ ഉപയോഗിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് പകൽ സമയത്ത് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. രാത്രി മാത്രം ഉറങ്ങുന്ന സമയത്ത് ഈ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ചെയ്യും. ഈ അപ്പം സാധാരണ ജീവിതം നയിക്കുമ്പോഴും അപ്പോൾ ഇതിനകത്ത് നമ്മൾ വേറെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഫുഡിലോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ വെള്ളം വേണം. കാരണം നമ്മുടെ ഡയാലിസിസിൻ്റെ പ്രോബ്ലം വെച്ചാൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് മാത്രം നമുക്ക് യൂറിയ ലെവൽ കുറയും, ക്രിയാറ്റിൻ ലെവൽ കുറയും, വെള്ളം നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷേ നമ്മുടെ ഡയാലിസിസ് നിർത്തുന്ന സമയത്ത് ബോഡി വീണ്ടും ഫ്ലൂയിഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ അത് സാധാരണ രീതിക്ക് സാധാരണ ഒരാൾക്ക് പ്രശ്നമില്ല. കാരണം നമ്മൾ വൃക്കകൾ 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന ഒരു ഓർഗനാണ്. അപ്പോൾ നമ്മൾ കുടിക്കുന്ന വെള്ളം എക്സസ് ആണെങ്കിൽ അത് കൂടുതൽ മൂത്രമായിട്ട് പോകും. പക്ഷേ ഇങ്ങനത്തെ രോഗികൾക്ക് അത് വൃക്കകൾക്ക് ഡാമേജ് ആയതുകൊണ്ട് നമ്മൾ കൂടുതൽ വെള്ളം കുടിച്ചാൽ വീണ്ടും നമ്മൾ ഡയാലിസിസ് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും നീരടിക്കും, ശ്വാസം മുട്ടൽ വരും. അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് അങ്ങനത്തെ രോഗികളുടെ പറയുന്നത് നമ്മുടെ ഡയാലിസിസ് ചെയ്യാത്ത സമയത്തും നമ്മൾ ആഹാരക്രമം നോക്കേണ്ടി വരും, വെള്ളത്തിൻ്റെ അംശം നമ്മൾ നിയന്ത്രിക്കേണ്ടി വരും, ഉപ്പിൻ്റെ അംശം കുറയ്ക്കേണ്ടി വരും. ഉപ്പ് കൂടി കഴിഞ്ഞാൽ ബ്ലഡ് പ്രഷർ കൂടാം. പിന്നെ പൊട്ടാഷ്യം കണ്ടെയ്ൻ ചെയ്യുന്ന സാധനങ്ങൾ ഫ്രൂട്ട്സും കരിക്കും വെള്ളവും അങ്ങനത്തെ സാധനങ്ങൾക്ക് പൊട്ടാഷ്യം കൂടുതലാണ്. സാധാരണ രീതിക്ക് നമ്മൾ പൊട്ടാഷ്യം എത്ര കരിക്കും വെള്ളം കുടിക്കാനും നമ്മുടെ വൃക്ക നോർമലാണെങ്കിൽ പൊട്ടാഷ്യം കൂടത്തില്ല, അത് മുഴുവൻ മൂത്രമായിട്ട് പോകും. പക്ഷേ വൃക്ക രോഗികൾക്ക് നമ്മൾ പൊട്ടാഷ്യം ഈ കണ്ടൻറ്റ് കൂടുതലുള്ള ആഹാരങ്ങൾ കഴിക്കുകയാണെങ്കിൽ വൃക്കകൾക്ക് അത് കളയാനുള്ള സാധ്യത കുറവായതുകൊണ്ട് പൊട്ടാഷ്യം ലെവൽ കൂടി വരും. അപ്പോൾ പൊട്ടാഷ്യം ഒരു 6ന് മേളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അത് ജീവിതം തന്നെ അപകടത്തിലാവും. കാരണം അത് എപ്പം വേണമെങ്കിലും ഹാർട്ട് അരിത്മിയാസ് നിന്ന് പോകാൻ സാധ്യത. ചില കിഡ്നി പേഷ്യൻസിൻ്റെ ഇത് കരിക്ക് വെള്ളം ഒരുപാട് കുടിക്കാൻ പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. ഇപ്പം ഈ ഞാൻ കരിക്കും വെള്ളം അമൗണ്ട് കൂടുതലാണ്, പൊട്ടാഷ്യത്തിന് അമൗണ്ട് കൂടുതലാണ്. അപ്പോൾ ഈ വയറ്റിളക്കം വരുന്ന ഈ കോളറ അങ്ങനത്തെ കുട്ടികളിൽ മാത്രം നമ്മൾ ഇതെന്ന് വെച്ചാൽ അവരുടെ മൂത്രം ഉണ്ട്, പക്ഷേ നമുക്കത് റീപ്ലേസ് ചെയ്യണം. കാരണം മലത്തിൽ കൂടെ പൊട്ടാഷ്യം ഇലക്ട്രൈറ്റ്സ് ഒക്കെ പോകും. കാരണം ഈ കരിക്കും വെള്ളം വെച്ചാൽ ഹൈലി ഇലക്ട്രൈറ്റ് കണ്ടന്റ് ഉള്ള ഫ്ലൂയിഡാണ്. അപ്പോൾ അങ്ങനത്തെ ഡയറിയ അങ്ങനത്തെ ആളുകൾക്കൊക്കെ കൊള്ളാം.
പക്ഷേ വൃക്ക ഡാമേജ് വരാതിരിക്കാൻ, വയറ്റിളക്കം വന്ന് വൃക്ക ഡാമേജ് വരാതിരിക്കാൻ വേണ്ടി കരിക്കും വെള്ളം കൊടുക്കാം. പക്ഷേ മൂത്രം അളവ് കുറയുമ്പോഴത്തേക്ക് പിന്നെ കരിക്കും വെള്ളം സാധനം നമ്മൾ കൊടുക്കാൻ പാടില്ല, കാരണം അതിനകത്ത് പൊട്ടാഷ്യം അംശം കൂടുതലായിരിക്കും. അപ്പോൾ ഇതുപോലെ സപ്ലിമെന്റ്സ് നമ്മൾ കൊടുക്കേണ്ടി വരും. സപ്ലിമെന്റ്സ് അല്ലെങ്കിൽ ഇതിന് അനുബന്ധമായിട്ടുള്ള മരുന്ന്. കാരണം നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് വൃക്കകൾക്ക് പല ഫങ്ഷൻസ് ഉണ്ട്. അതിൽ ഒന്ന് എരിത്രോപോയിറ്റിൻ, ബ്ലഡിൽ രക്തം ഉണ്ടാകാൻ വേണ്ടി ഒരു ഹോർമോൺ പ്രൊട്ടക്ഷൻ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഹോർമോൺ എരിത്രോപോയിറ്റിന് പ്രധാനമായിട്ട് ശരീരത്തിൽ വൃക്കയിൽ നിന്നായിരിക്കും വരുന്നത് ഹോർമോൺ. അപ്പോൾ നമ്മൾ വൃക്ക ഡാമേജ് വരുമ്പം ഈ ഹോർമോണിൻ്റെ പ്രൊട്ടക്ഷൻ കുറവായിരിക്കും. അപ്പോൾ എരിത്രോപോയിറ്റിൻ്റെ ലെവൽ കുറയുമ്പോഴത്തേക്ക് ബ്ലഡിൽ ഹീമോഗ്ലോബിൻ്റെ അംശം കുറഞ്ഞു വരും. അതായിരിക്കും നമ്മൾ കിഡ്നി ഡാമേജ് ഉള്ളവർക്ക് ഒത്തിരി നമ്മൾ നോക്കുന്ന വളർച്ച കാണും, മുഖം കാണുമ്പോഴത്തേക്ക് രക്തമില്ലാത്ത ഉള്ള തോന്നൽ വരും. നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഹീമോഗ്ലോബിൻ തീരെ കുറഞ്ഞിരിക്കും. അതുകൊണ്ട് അങ്ങനത്തെ ആളുകൾ നമ്മൾ ഈ ഹോർമോൺ എക്സ്ട്രാ ആയിട്ട് സപ്ലിമെൻറ്റ് ചെയ്യണം. അത് സാധാരണയ്ക്ക് നമുക്ക് ഇഞ്ചക്ഷനായിട്ട് എരിത്രോപോയിറ്റിൻ അല്ലെങ്കിൽ ചില തരം ഗുളികൾ, ഈ ഡെസിഡോസ്റ്റാറ്റ്, റോക്സഡോസ്റ്റാറ്റ് അങ്ങനത്തെ മരുന്നുകൾ വെച്ച് ഈ എരിത്രോപോയിറ്റിൻ ലെവൽ കൂട്ടാനുള്ള മാർഗങ്ങളാണ്. ചില കേസിൽ ഈ ഡയാലിസിസ് ചെയ്യുമ്പോൾ ബ്ലഡ് പുറത്തുനിന്ന് ബ്ലഡ് അടയ്ക്കുന്നതായിട്ട് അതുണ്ട്. അതിപ്പം നമ്മളിപ്പം വൃക്ക ഡാമേജ് വരുമ്പോഴത്തേക്ക് രക്തം തീരെ കുറവാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഹീമോഗ്ലോബിൻ ഒരു 7 താഴെയാണെങ്കിൽ നമ്മൾ ഡയാലിസിസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു 350 മില്ലി ബ്ലഡ് മെഷീൻ വഴി കറങ്ങും. അപ്പോൾ അവരുടെ രക്തത്തിന് ഹീമോഗ്ലോബിൻ കുറവാണെങ്കിൽ അവർക്ക് ബ്ലഡ് പ്രഷർ കുറയാൻ ചാൻസ് ഉണ്ട്, പിന്നെ ഹാർട്ട് നിൽക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ രോഗികൾക്ക് നമ്മൾ ബ്ലഡ് കൊടുത്തിട്ട് വേണം ഡയാലിസിസ് ചെയ്യാൻ. പിന്നെ ചില തരമുണ്ട് ഈ പ്ലാസ്മ ഫെറസിസിലുള്ള ട്രീറ്റ്മെൻറ്റിൽ നമ്മൾ രക്തത്തിൽ പ്ലാസ്മ ഫെറസിസ്, അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് മോശമായുള്ള ആൻറ്റിബോഡീസ് ബോഡിയിലുണ്ട്. അപ്പോൾ അത് എടുക്കാൻ വേണ്ടി ഒരു പ്ലാസ്മ ഫിൽറ്റർ വഴി നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് ഈ ബ്ലഡിലുള്ള ഈ മോശമായുള്ള പ്രോട്ടീൻ നമുക്ക് വലിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ അത് തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മൾ പ്ലാസ്മ ഇൻഫ്യൂഷൻസ് കൊടുക്കും. അത് ഹീമോളിറ്റിക് യൂറിമിക് സിൻഡ്രോം അങ്ങനത്തെ കണ്ടീഷൻസിലൊക്കെ ചെയ്യുന്നത് പ്ലാസ്മ ഫെറസിസ്. അപ്പോൾ അത് ബ്ലഡ് അല്ല, പ്ലാസ്മ കമ്പോണൻസ് ആണ്. അതുപോലെ ലുക്കീമിയ പോലെയുള്ള അസുഖങ്ങൾ ഈ ഡയാലിസിസുമായിട്ട് ബന്ധമുണ്ടോ? ഇല്ല, ലുക്കീമിയ സാധാരണ നമുക്ക് ഡയാലിസിസ് ചെയ്യേണ്ടി വരില്ല. പിന്നെ ഇതേ ഉള്ളൂ ചില തരം മൾട്ടിപ്പിൾ മൈലോമ എന്ന് പറഞ്ഞു, അത് ഒരു തരം ഒരു ലുക്കീമിയ കണ്ടീഷനാണ്. മൾട്ടിപ്പിൾ മൈലോമ കണ്ടീഷനിൽ വൃക്ക ഡാമേജ് വരാം. പിന്നെ മൾട്ടിപ്പിൾ മൈലോമക്കാർക്ക് ചിലപ്പം ഈ ബ്ലഡിൽ വിസ്കോസിറ്റി ലെവൽ കൂടുതലായിരിക്കാം. അപ്പോൾ അങ്ങനത്തെ ആളുകൾ ചിലപ്പോൾ നമുക്ക് ഡയാലിസിസ് ചെയ്താൽ വിസ്കോസിറ്റി കുറയ്ക്കാം. അതേസമയം റീനൽ ഫെയിലിയർ ഉള്ളവർക്ക്, നമുക്ക് മൈലോമ ഉള്ള ആൾക്ക് നമുക്ക് ചിലപ്പം ഡയാലിസിസ് ചെയ്യേണ്ടി വരും. പൊതുവേ ലുക്കീമിയക്ക് ഡയാലിസിൻ്റെ ആവശ്യം, അവർക്ക് വൃക്ക ഡാമേജ് വരുവാണെങ്കിൽ മാത്രം. ലുക്കീമിയക്കാർക്കും വൃക്ക ഡാമേജ് വരാം, പ്രത്യേകിച്ച് ഈ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി കഴിയുമ്പോഴത്തേക്ക് ചിലവർക്ക് ട്യൂമർ ലൈസിസ് സിൻഡ്രോം, ലുക്കീമിയ ഒത്തിരി WBCs ഉണ്ട്. അപ്പോൾ നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് ഈ WBCs ഡാമേജ് ആകുമ്പോഴത്തേക്ക് അതിൻ്റെ യൂറിക് ആസിഡ്, ബ്ലഡിൽ യൂറിക് ആസിഡ് ലെവൽ ഒത്തിരി കൂടും. അപ്പോൾ അതൊരു ട്യൂമർ ലൈസിസ് ഉണ്ട്, യൂറിക് ആസിഡ് കൂടും, പിന്നെ പൊട്ടാഷ്യം കൂടും, പിന്നെ കാൽഷ്യം ലെവൽ കുറയും, ഫോസ്ഫറസ് ലെവൽ കൂടും. അപ്പോൾ അങ്ങനത്തെ ആളുകൾ നമുക്ക് താൽക്കാലികമായി ചിലപ്പം ഡയാലിസിന് സപ്പോർട്ട് വേണ്ടി വരും. അതുപോലെ ഈ കീമോ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ചില സാഹചര്യങ്ങളിൽ കിഡ്നി ഡാമേജ് ആവുന്നതായിട്ടുണ്ട്. അത് എത്രത്തോളം സാധ്യത കൂടുതലാണ്? നമ്മൾ കൊടുക്കുന്ന മരുന്നുകളിൽ ചില മരുന്നുകളൊക്കെ കിഡ്നി വൃക്കയ്ക്ക് ഡാമേജ് വരുത്താം. അത് നെഫ്രോടോക്സിക് ഡ്രഗ്സ്, സിസ്പ്ലാറ്റിനം അങ്ങനത്തെ മരുന്നുകൾ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ശ്രദ്ധിക്കേണ്ടതുള്ളൂ, ഈ മരുന്ന് കഴിക്കുമ്പോഴത്തേക്ക് ബോഡിയുടെ വെള്ളത്തിൻ്റെ അംശം നന്നായിരിക്കണം. ഇപ്പം തീരെ ദേഹത്തിൽ വെള്ളം കുറയുന്ന ആളുകൾക്ക് നമ്മൾ ഈ മരുന്നുകൾ കൊടുക്കുമ്പോഴത്തേക്ക് വൃക്ക ഡാമേജ് വരാനുള്ള സാധ്യത കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ നെഫ്രോടോക്സിക് ഡ്രഗ്സ് ചിലപ്പം നമുക്ക് വൃക്ക ഡാമേജ് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ പ്രിവെൻറ്റീവ് മെഷേഴ്സ് നോക്കും. പിന്നെ ചെറിയ കിഡ്നിക്ക് ഡാമേജ് ഉള്ളവർക്ക് കീമോതെറാപ്പി വേണ്ടി വരുന്നവർക്ക് നമുക്ക് ഈ കീമോതെറാപ്പി മരുന്നിൻ്റെ ഡോസ് നമുക്ക് കുറയ്ക്കാൻ സാധിച്ചേക്കും. ഇപ്പം ചെറിയ കിഡ്നിക്ക് ഡാമേജ് ഉണ്ട്, അയാൾക്ക് പക്ഷേ കീമോതെറാപ്പി വേണ്ടി വരുവാണെങ്കിൽ നമ്മളപ്പം കാൽക്കുലേറ്റ് ചെയ്യും, ഇത്രയുമാണ് ഡാമേജ്, അതുകൊണ്ട് ഇത്രയും ഡോസ് മതി. അപ്പോൾ അങ്ങനെ ആകുമ്പോഴേക്കും മരുന്നിൻ്റെ ഡോസ് നമ്മൾ കുറയ്ക്കാൻ ഒരു കണക്കിന് നമ്മൾ നോക്കുകയാണെങ്കിൽ അവർക്ക് കിഡ്നി രോഗികൾക്ക് കുറച്ച് പൈസയും ലാഭിക്കാം. അപ്പോൾ അത്രയും മരുന്ന് അതിൻ്റെ ആവശ്യം വരില്ല. പിന്നെ അതിൽ സാറിപ്പോൾ പറഞ്ഞു, ഇപ്പം നമ്മൾ ഈ കിഡ്നി രോഗം കണ്ടുപിടിച്ചാൽ പിന്നെ വെള്ളം കുടിക്കുന്നത് നിയന്ത്രിക്കുക എന്നാണ് പ്രധാന ഇതിനകത്തുള്ള ഘടകം എന്ന് പറയുന്നത്. ഇപ്പം പല ആൾക്കാരിലും ഈ വാട്സപ്പ് മെസ്സേജ് വഴിയൊക്കെ ഡെയിലി ഒരുപാട് വെള്ളം കുടിക്കണം, ഒരുപാട് വെള്ളം കുടിക്കുന്നത് നല്ലതാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അത് സാധാരണ ജീവിതം നയിക്കുന്ന ഒരാളിൽ ഓവറായിട്ട് വെള്ളം കുടിക്കുന്നത് ഫ്യൂച്ചറിൽ കിഡ്നി രോഗമായിട്ട് മാറാൻ സാധിക്കില്ല. സാധാരണയ്ക്ക് വെള്ളം കൂടുതൽ കുടിച്ചാൽ സാധാരണയ്ക്ക് പ്രോബ്ലം വരാറില്ല. കാരണം നമുക്ക് കിഡ്നിക്ക് നല്ലൊരു എക്സ്ക്രീറ്റ് ചെയ്യാനുള്ള യൂറിൻ ഡൈല്യൂട്ടിങ് കപ്പാസിറ്റി ഭയങ്കര കൂടുതലായതുകൊണ്ട് സാധാരണയ്ക്ക് ഒരു 5-6 ലിറ്റർ വെള്ളം കുടിക്കുകയാണെങ്കിൽ പ്രശ്നമൊന്നും വരാറില്ല. കിഡ്നിക്ക് ഡാമേജ് വന്ന ശേഷമാണ് ഈ ഡൈല്യൂട്ടിങ് കപ്പാസിറ്റിയും നഷ്ടപ്പെട്ട് വരുന്നത്. അപ്പോൾ അവർക്കാകുമ്പോഴത്തേക്കും നമ്മൾ വെള്ളം കുടിക്കുമ്പോഴത്തേക്കാണ്
യൂറിയ ലെവലൊക്കെ കൂടുക, ദേഹത്തിൽ എക്സസ് വെള്ളവും എക്സസ് നീരൊക്കെ വരുന്നത്. അല്ല, ഈ രോഗം ഉണ്ടെങ്കിൽ മാത്രമേ വെള്ളം നീന്തേണ്ട കാര്യം. പിന്നെ നമ്മൾ കൂടുതൽ വെള്ളം കുടിക്കാൻ പറയുന്നത് വൃക്കകൾ കല്ലുണ്ടാകുന്നത്. ഇപ്പം യൂറിനറി സ്റ്റോൺസ് ഉള്ള ആൾ, ഇപ്പം ഒരു പ്രാവശ്യം ഒരു കല്ല് വന്നു, അപ്പോൾ അയാൾ എപ്പോഴും പ്രോണാണ് വീണ്ടും കല്ല് വരാൻ വേണ്ടി. അപ്പം നമ്മൾ ഈ കല്ല് വരാനുള്ള പ്രധാന കാരണം യൂറിൻ കോൺസെൻട്രേഷൻ കൂടുമ്പോഴത്തേക്കാണ്. അപ്പോൾ നമ്മളെപ്പോഴും യൂറിൻ നല്ല ഡൈല്യൂട്ട് ആയിരിക്കും. നമ്മളറിയാം, നമ്മളിപ്പം വെള്ളം കുടിക്കാതിരിക്കുകയാണെങ്കിൽ മൂത്രം നല്ല മഞ്ഞായിട്ടിരിക്കും. അപ്പോൾ അത് കോൺസെൻട്രേറ്റഡ് യൂറിനാണ്. അപ്പോൾ ഈ കോൺസെൻട്രേറ്റഡ് യൂറിനിൽ ഈ മിനറൽസ് പ്രസിപ്പിറ്റേറ്റ് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ്. കാൽഷ്യം, യൂറിക് ആസിഡും ഫോസ്ഫറസ് ഒക്കെ. അപ്പോൾ ഒരു കല്ല് വന്നു കഴിഞ്ഞാൽ നമ്മൾ അവരുടെ പ്രത്യേകം പറയും, നിങ്ങൾക്ക് ഒരു കല്ല് വന്നു, ചികിത്സിച്ചു, പക്ഷേ വീണ്ടും വരാനുള്ള ടെൻഡൻസി നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം, സാധാരണ ആളുകൾ കുടിക്കുന്നതിനേക്കാൾ കൂടുതൽ വെള്ളം കുടിക്കാൻ. കാരണം മൂത്രം എപ്പോഴും ഡൈല്യൂട്ട് ആണെങ്കിൽ ഈ പ്രസിപ്പിറ്റേഷൻ്റെ സാധ്യതകൾ കുറയും. അപ്പോൾ ഇപ്പോൾ ചില ആളുകൾക്കും വിട്ട് മൂത്രത്തിൽ കല്ല് വരും. അപ്പോൾ അങ്ങനെ ആളുകൾ ഞങ്ങൾ പ്രത്യേകം പറയും, വെള്ളം കുടിക്കുന്ന വാസം പറഞ്ഞാൽ രാത്രിയിൽ അലാം വെച്ചിട്ട് എഴുന്നേറ്റ് വീണ്ടും വെള്ളം കുടിക്കാൻ പറയും. അങ്ങനത്തെ ആളുകൾ നമ്മൾ കൂടുതൽ വെള്ളം കുടിക്കാൻ പറയും. ഓക്കെ സാർ, നമ്മളിപ്പോൾ പറഞ്ഞതിൽ ഈ ജെൻഡർ വ്യത്യാസം വരുന്നുണ്ടോ ഈ കിഡ്നി രോഗം വരാൻ സാധ്യതയുള്ളവരിലൊക്കെ? ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ സ്ത്രീകളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സിസ്റ്റമിക് ലൂപ്പസ് എരിത്തമെറ്റോസ് എന്ന് പറഞ്ഞൊരു അസുഖമാണ് ഒരു വൃക്ക ഡാമേജ് വരാനുള്ള പ്രധാന ഒരു കാരണം. അപ്പോൾ അത് കൂടുതൽ ഈ ഒരു 13 വയസ്സ് പെൺകുട്ടികളിൽ, പിന്നെ ഒരു പീരിയഡ്സ് തീരുന്ന വരെ ഒരു 40-45 വയസ്സ് വരെ അവർക്കാണ് ഈ SLE എന്ന് പറഞ്ഞൊരു അസുഖം വരുന്നത്, സിസ്റ്റമിക് ലൂപ്പസ് എരിത്തമെറ്റോസ് അല്ലെങ്കിൽ ലൂപ്പസ് നെഫ്രൈറ്റിസ്. ഇതിൻ്റെ എന്ന് വെച്ചാൽ ഈ ഹോർമോൺ, ഈസ്ട്രജൻ ഹോർമോൺ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ഈ അസുഖം വരാൻ. അതുകൊണ്ടാണ് നമ്മൾ ഈ SLE കൂടുതൽ ഈ ഫെർട്ടൈൽ ഫീമെയിൽസിൽ കാണുന്ന ഒരു അസുഖം. അപ്പോൾ അവർക്ക് മുഖത്തിൽ ചുമന്ന പാടുകൾ വരിക, മുട്ടിന് വേദന, പിന്നെ ദേഹത്തിൽ ശരീരത്തിൽ റാഷ് വരിക. പിന്നെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ചിലപ്പം മൂത്രത്തിൽ രക്തമയം കാണാം, മൂത്രത്തിൽ പ്രോട്ടീൻ കാണാം. അപ്പോൾ നമ്മൾ ടെസ്റ്റുകൾ ചെയ്യുമ്പം SLE എന്ന് പറഞ്ഞൊരു അസുഖമാണ്. അപ്പോൾ അത് സ്ത്രീകളിൽ അതൊരു കോമൺ പ്രോബ്ലമാണ്. പിന്നെയുള്ള പ്രശ്നം പ്രഗ്നൻസി റിലേറ്റഡ് പ്രശ്നങ്ങളാണ്. ഇപ്പോൾ നമ്മൾ പ്രഗ്നൻസി നമ്മളെല്ലാവരും വിചാരിക്കും അതൊരു നോർമൽ ഫിനോമിനയാണ്. പക്ഷേ ഒരു 5-6% ഗർഭിണികൾക്ക് പ്രഷർ വരാം. പ്രഗ്നൻസി ഇൻഡ്യൂസ്ഡ് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയും. അപ്പം അവർക്ക് ചിലപ്പം പ്രീ എക്ലാംസിയ എന്ന് വെച്ചാൽ അവരുടെ സാധാരണ എനിക്ക് ചൊച്ചൊരു നീരൊക്കെ കണ്ടേക്കാം പ്രഗ്നൻസി ടൈമിൽ. പക്ഷേ ഇങ്ങനത്തെ ഈ പ്രീ എക്ലാംസിയ ഉള്ളവരുടെ ചിലപ്പോൾ 7 മാസം 6 മാസം മുതലേ BP കൂടാൻ തുടങ്ങും, കാലിൽ നീര് വരിക, മൂത്രത്തിൽ പ്രോട്ടീൻ വരിക. പിന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ബ്ലഡ് പ്രഷർ കൂടുതലായിരിക്കും. അപ്പോൾ ഇത് പ്രീ എക്ലാംസിയ എന്ന് പറഞ്ഞൊരു കണ്ടീഷനാണ്. ഡയബറ്റിക്സും വരാം, ജസ്റ്റേഷണൽ ഡയബറ്റീസ് വരാം. അപ്പോൾ ഈ പ്രീ എക്ലാംസിയ ഉള്ളവർ യൂഷ്വലി ഫസ്റ്റ് പ്രഗ്നൻസിയിലാണ് അത് കണ്ടുവരുന്നത്. അപ്പം ഫസ്റ്റ് പ്രഗ്നൻസി പ്രശ്നം ഇല്ലെങ്കിൽ സാധനം സബ്സിക്വൻറ്റ് പ്രഗ്നൻസി, സെക്കൻഡ് തേർഡ് പ്രഗ്നൻസി സാധനം വരാറില്ല. അപ്പോൾ ഈ പ്രീ എക്ലാംസിയ ഉള്ളവർക്ക് ചിലവർക്ക് നേരത്തെ തന്നെ വൃക്കയ്ക്ക് ചെറിയ ഡാമേജ് ഉള്ളവർക്ക് വരാം. മോർ പ്രോൺ പണ്ട് നേരത്തെ കിഡ്നിയുടെ അസുഖമുണ്ട്, പണ്ട് യൂറിനറി ഇൻഫെക്ഷൻ വന്നിട്ടുണ്ട്, കിഡ്നിക്ക് ഡാമേജ് വന്നു, അവർക്ക് പ്രീ എക്ലാംസിയ അടിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പം പ്രീ എക്ലാംസിയ വരുന്നവർ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കണം, നേരത്തെ എന്തെങ്കിലും വൃക്കയ്ക്ക് ഡാമേജ് ഉണ്ടോ. പ്രഗ്നൻസി ചെയ്ത് കഴിഞ്ഞിട്ട് സാധാരണ നോർമൽ ആണെങ്കിൽ പ്രശ്നമൊന്നും വരില്ല. പക്ഷേ പ്രീ എക്ലാംസിയ വന്ന് വരെ ഡെലിവറി കഴിഞ്ഞിട്ട് നമ്മൾ പ്രോട്ടീനും ബ്ലഡ് പ്രഷറും നോക്കണം. അവർ ഇങ്ങനത്തെ ലേഡീസിനും നമ്മൾ ഭാവിയിലും ഹാർട്ടിന് പ്രശ്നം വരാം, വൃക്കയ്ക്ക് പ്രശ്നം വരാം. അതുകൊണ്ട് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇപ്പം നമ്മൾ ഇത്രയും ഡയാലിസിസ് പറഞ്ഞു, കിഡ്നി രോഗങ്ങളുടെ ലക്ഷണങ്ങൾ പറഞ്ഞു, എങ്ങനെ ചികിത്സിക്കണമെന്ന് പറഞ്ഞു, ഡയാലിസിസ് പറഞ്ഞു, ട്രാൻസ്പ്ലാന്റേഷൻ പറഞ്ഞു. സാർ, അപ്പം ഒരു നോർമൽ ലൈഫ് സ്റ്റൈലുള്ള ഒരാൾ, ഒരു നല്ല ഏജിൽ അല്ലെങ്കിൽ നല്ല ആരോഗ്യമുള്ള ഒരാൾ എന്തൊക്കെ ടെസ്റ്റുകളാണ് അല്ലെങ്കിൽ എത്ര കാലം കൂടുമ്പോഴാണ് നമ്മുടെ കിഡ്നി ഫങ്ഷനിങ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്യേണ്ടത്? ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ആർക്കൊക്കെയാണ് വൃക്ക ഡാമേജ് വരാൻ സാധ്യതകൾ കൂടുതൽ? ഇപ്പോൾ ഒന്ന് ഞാൻ പറഞ്ഞ പ്രമേഹ രോഗം, ബ്ലഡ് പ്രഷർ കൂടുതലുള്ളവർ, പിന്നെ പാരമ്പര്യമായിട്ട് അച്ഛനോ അമ്മയ്ക്കോ വൃക്ക ഡാമേജ് വന്നിട്ടുണ്ട്. അപ്പോൾ അവർ നമ്മൾ നേരത്തെ ഹെറിഡിറ്ററി പെർസെൻറ്റേജ് എത്രയാണ് സാർ? അതെ, ഫോർ എക്സാമ്പിൾ ഇപ്പം ചിലവർക്ക് പാരമ്പര്യമായിട്ട് കിഡ്നിയുടെ അസുഖം വരാം, പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസ്. ഇപ്പം അച്ഛനും അമ്മയ്ക്കും എന്തൊരു കിഡ്നിയുടെ പ്രശ്നം ഉണ്ടെങ്കിൽ അവർക്കും ഒരു റിസ്ക് ഉണ്ട്. പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസ് ആകുമ്പോൾ 50% പിള്ളേർക്കും വരാം സിസ്റ്റ്. അപ്പോൾ അവർ നമ്മൾ നേരത്തെ കൊച്ചിലേ തന്നെ നമ്മൾ ഒരു 20 വയസ്സാകുമ്പോൾ നമുക്ക് ഒരു അസ്വസ്ഥതകൾ കാണില്ല, പക്ഷേ സ്കാൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ കണ്ടുപിടിക്കാൻ സിസ്റ്റം ഉണ്ടെന്ന്. അപ്പോൾ നമ്മൾ സൈലൻ്റായിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഏറ്റവും ചീപ്പായിട്ടുള്ള ടെസ്റ്റ് മൂത്രത്തിന് ടെസ്റ്റാണ്. മൂത്രത്തിൽ ആൽബുമിൻ്റെ ലെവൽ കൂടുതലാണോ, മൂത്രത്തിൽ രക്തമേ വരുന്നത് കിഡ്നിയിലാണോ? കിഡ്നിക്കകത്താണ് സിസ്റ്റം, വരുന്നത്. പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസ് എന്ന് പറയും, PCOD. അങ്ങനത്തെ PCOD ഓവറിക്കകത്ത് വരുന്ന സിസ്റ്റാണ്. പക്ഷേ ഇങ്ങനത്തെ ആളുകൾക്ക് ഓവറിയിലെ സിസ്റ്റ് വരാം, കിഡ്നിയിലെ സിസ്റ്റ് വരാം, ലിവറിലെ സിസ്റ്റ് വരാം.
അപ്പോൾ അത് പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസ് ആണ്. അത് ചില ജനറ്റിക് പ്രശ്നം കൊണ്ട് വരും, ജനറ്റിക് പ്രശ്നം കൊണ്ട് വരുന്ന പ്രോബ്ലമാണ്. പിന്നെ ഉള്ളത് നമ്മളിപ്പം ഈ സിസ്റ്റിൻ്റെ പ്രശ്നം. പിന്നെ ഉള്ളത് ഇപ്പം പ്രമേഹ രോഗം തന്നെ. നമ്മൾക്കിപ്പം നമ്മുടെ ഫാമിലിയിൽ നമ്മുടെ അച്ഛനോ അമ്മയ്ക്കോ പ്രമേഹ രോഗം കൊണ്ട് വൃക്ക ഡാമേജ് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കുട്ടികളിലും നമുക്ക് റിസ്ക് കൂടുതലാണ്. അതുകൊണ്ട് നേരത്തെ തന്നെ നമ്മൾ ഡയബറ്റീസ് ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഡയബറ്റീസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ തന്നെ നേരത്തെ നമ്മൾ മൂത്രത്തിൽ ആദ്യ ഘട്ടം നോക്കുന്ന ഈ മൂത്രത്തിലെ മൈക്രോ ആൽബുമിൻ അല്ലെങ്കിൽ ആൽബുമിൻ ക്രിയാൻ റേഷ്യോ നോക്കുകയാണെങ്കിൽ നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാം. അപ്പോൾ അതിൻ്റെ കണ്ടുപിടിക്കുകയാണെങ്കിൽ അത് നമ്മൾ ചികിത്സ കൊടുക്കണമെങ്കിൽ അത് റിവേർട്ട് ചെയ്യാൻ സാധിച്ചിരിക്കും, റിവേഴ്സിബിളാണ്. നേരെ മറിച്ച് നമ്മൾ പ്രോട്ടീനൂര് മൈക്രോ മാറി ഓവർ പ്രോട്ടീനൂര് അപ്പോൾ ഡിപ്സ്റ്റിക് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോസിറ്റീവ് ആയിരിക്കും. അപ്പം അങ്ങനത്തെ ആളുകളാകുമ്പോഴത്തേക്കും നമുക്ക് ട്രീറ്റ്മെൻറ്റിൽ കംപ്ലീറ്റ് ആയിട്ട് റിവേർട്ട് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ കൂടുന്നതിൻ്റെ വേഗത മാത്രമേ നമുക്ക് സാധിക്കത്തുള്ളൂ.